Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേരള പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീശി അടിക്കാതെ തന്നെയാണ് ഈ പൊറോട്ട തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിത് മൈദ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വീറ്റ് ഫ്ലോർ വെച്ചിട്ടും ഈ സെയിം ആയിട്ട് തന്നെ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിലാണ് അളന്നിട്ടുള്ളത്. അപ്പോൾ കപ്പ് തന്നെ വേണമെന്നില്ല. നമ്മൾ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഗ്ലാസ്സിൽ ഒരു 3 ഗ്ലാസ് അളന്നെടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കാൻ അറിയാത്തവർക്ക് വെള്ളത്തിൽ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ പൊറോട്ട ഒന്ന് ചുട്ടെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് ആ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഹോം മെയ്ഡ് നെയ്യുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ നെയ്യ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരം പാല് അധികമായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. മുട്ട ചേർക്കുന്നത് നല്ലതാണ്. നല്ല സോഫ്റ്റായിട്ട് പൊറോട്ട കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ചൂട് പോകുമ്പം യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഇങ്ങനെ സാദാ പാലാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് കൈകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം വേണം. ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുട്ട ചേർക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അധികം ചേർക്കുക. അതുപോലെ പാല് ചേർക്കുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവും. അപ്പോൾ ചിലർ പൊറോട്ടയിൽ പാല് ചേർക്കാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ പാലിനും പകരം വെള്ളം അധികം ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ പാല് ചേർക്കാത്തവരാണെങ്കിൽ 1 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതേപോലെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് അങ്ങ് തിക്കായിട്ടുള്ളൊരു മാവല്ല വേണ്ടത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്. അപ്പോഴാണ് നമുക്ക് പരത്തിയെടുക്കാനും ഒക്കെ ഈസി ആയിട്ട് പറ്റുന്നത്. അങ്ങനെയാണ്. ഒരുപാട് ടൈറ്റും അല്ല, എന്നാൽ ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒന്ന് ഒഴിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുത്താൽ മാത്രമേ നല്ല പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് ഇതേപോലെ നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ലതുപോലെ
ഒരു കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും നമ്മളൊന്ന് കുറച്ചൊന്ന് കുഴച്ച് കഴിയുമ്പോൾ. ഇനി ഇത് ഒരു ബോളിൻ്റെ ഇതിലാക്കിയിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇതൊന്നുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഒരു ബോൾ പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് അടച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ബോളുകളാക്കി മാറ്റാം. അപ്പോൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ ബോൾ ആക്കാനൊക്കെ കുറച്ച് ഇങ്ങനെ നമ്മുടെ തള്ളവിരൽ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് അങ്ങനെയൊന്നും വേണ്ട, സാധാ നമുക്ക് ഒരു ബോളാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ബോളാക്കി എടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കുന്നത് പോലെ തന്നെ ഒന്ന് ആക്കിയെടുത്താലും മതി. അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നമ്മൾ എത്രത്തോളം ബോൾ എടുക്കുന്ന അത്രയും ലെയർ കിട്ടും. അപ്പോൾ അങ്ങനെ അളവൊന്നുമില്ല, ഇത്ര അളവൊന്നുമില്ല. നമുക്ക് കയ്യിലെ വലുപ്പം അനുസരിച്ചിട്ട് എത്ര ബോൾ വേണമെങ്കിലും ആക്കിയെടുക്കാം. അതനുസരിച്ചിട്ട് ലെയറും ഉണ്ടാവും. ഇപ്പോൾ ബോളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എണ്ണയുടെയും നെയ്യുടെയൊക്കെ അളവ് വ്യത്യാസപ്പെടുത്താം. ഇനി ഈ ഓരോ ബോളും ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഷേപ്പും വേണമെന്നില്ല, ഒരുപാട് നല്ല റൗണ്ട് ഷേപ്പിലൊന്നും വേണമെന്നില്ല. അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഷേപ്പിലേക്ക് വന്നോളും. ഇതിലേക്ക് ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയുടെ നെയ്യുടെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ലെയറൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 3-4 രീതിയിൽ ഇതേപോലെ പൊറോട്ട റെഡിയാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ഈ ബോളുകളെല്ലാം ഇതേപോലെ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ ലെയറിലും നെയ്യും എണ്ണയും കൂടെ ഉള്ളത് ആ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മൈദപ്പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ അഥവാ ഒരേ ഷേപ്പിലല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ഇതേപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ 3 കപ്പ് അളവിലല്ല എടുക്കുന്നത്, കുറച്ച് കൂടുതൽ 1 കിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് 2 പ്ലേറ്റിലോ 3 പ്ലേറ്റിലാക്കി വെക്കുക, ലെയർ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇത് ഒരു പ്ലേറ്റിൽ തന്നെയാണ് ഈ ലെയറെല്ലാം വെച്ചിട്ടുള്ളത്, അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അളവിലെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപാട് ഉയരമായി പോകണ്ട, അപ്പോൾ കുറേ ലെയറാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പൊറോട്ട റെഡിയാക്കുമ്പോൾ ഒരുപാട് വലിപ്പമായി പോവും. അപ്പോൾ കൂടുതൽ മാവിലെടുക്കുകയാണെങ്കിൽ 2 പ്ലേറ്റിലായിട്ടൊക്കെ ഇത് ലെയറാക്കി വെക്കുക. ഇതെല്ലാം ഞാൻ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് വേണ്ടത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നൊന്നുമില്ല. ഇത് ഇനി കുറച്ചൊന്ന് പരത്തിയെടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി കുറച്ചൊന്ന് പരത്തുന്നുണ്ട്. ഒരുപാട് അങ്ങനെ നൈസായിട്ടൊന്നും പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നീളത്തിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും, ഒരുപാട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഇതേപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പൊറോട്ടയുടെ വലിപ്പം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെയറുകളെല്ലാം നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതൊന്ന് ചുറ്റിയെടുത്താൽ മതി, വളരെ ഈസിയാണ്. നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൈകൊണ്ടൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ വീശിയെടുക്കുന്ന ആ പൊറോട്ടയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നല്ല നീളത്തെ തന്നെ കിട്ടും നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്യുമ്പോഴും. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല വലുപ്പത്തിലുള്ള ഒരു പൊറോട്ടയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അത്രയും വലുപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് പകുതിയാക്കി എടുത്തിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കുക, എന്നിട്ട് ചുറ്റി കൊടുത്താൽ മതി. ചെറിയ പൊറോട്ട മതിയെങ്കിൽ. അല്ലെങ്കിൽ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ ആ വീതി കുറച്ചിട്ട് കട്ട് ചെയ്താലും മതി. ഇതേപോലെ നല്ല ലെയറിൽ കിട്ടും. കാണുമ്പോൾ മനസ്സിലാവും നല്ല ലെയർ ഉണ്ട് ഇതിന്. ഒരു 16-18 ബോൾ ഉണ്ടായിരുന്നു, അത് എല്ലാം പരത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ലെയർ നമുക്ക് ഈ പൊറോട്ടയിൽ കിട്ടും. ഇത് ചുട്ടെടുത്ത് കഴിയുമ്പോൾ ആ ലെയറെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു 2-3 തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം, ഡ്രൈ ആയി പോകാതിരിക്കാൻ. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് പരത്തിയെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ മാവ് ഒന്ന് കുഴച്ചിട്ട് 1 മണിക്കൂർ വയ്ക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് കൈകൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈകൊണ്ട് ജസ്റ്റ് പരത്തിയെടുത്താൽ മതി. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തുകയും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പൊറോട്ട ആക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു അയണിൻ്റെ പാനാണ് ചൂടാകാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പൊറോട്ട ഓരോന്നും വെച്ചിട്ട് ചുട്ടെടുക്കാം.
ഇതൊന്ന് കുക്കായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒന്ന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കാം. ഇത് അയണിൻ്റെ പാനിലായതുകൊണ്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഹൈയിലിടണ്ട, മീഡിയം ഫ്ലെയിമിലൊക്കെ, നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കുക. ഇതേപോലെ ലെയർ നമ്മളൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ ഇങ്ങനെ ലെയർ വിട്ട് വരും. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും, ലെയറെല്ലാം നല്ലതുപോലെ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് കൈകൊണ്ടൊന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ എണ്ണയിൽ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുക. ഓയിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. നമ്മൾ പൊറോട്ടയൊക്കെ തയ്യാറാക്കുമ്പം അത്യാവശ്യം ഇതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ ഇതേപോലെ ലെയറൊക്കെ വിട്ട് വരും. എന്നിട്ട് ഇതൊന്ന് ഒരു 3-4 എണ്ണം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ചൂടോടെ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ അടുക്കി വെച്ചിട്ട് കൈ കൊണ്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ലെയറെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്, നല്ലതുപോലെ അറിയാൻ പറ്റും വീഡിയോയിലൂടെ. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ വീശിയടിക്കുന്ന പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്